നമസ്കാരം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മെയ് 28 ബുധനാഴ്ച, ഇടവം 14. വിശദമായ വാർത്തകൾ നോക്കാം. ആദ്യം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഇന്നും റെഡ് അലർട്ട് തുടരുകയാണ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഈ മാസം 30 വരെ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കും 31 വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. 31 വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം 7 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിവിധ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്നായി ചേരുകയാണ്. ആദ്യം വയനാട്ടിലേക്ക് പോകുന്നതോടൊപ്പം സുജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുജിത്ത്, പ്രത്യേകിച്ചും വടക്കൻ മേഖലയിലാണ്, കേരളത്തിന്റെ വടക്കൻ മേഖലയാണ് ഇന്ന് കൂടുതൽ ശക്തമായ മഴ ഉണ്ടാവുക എന്നാണ് കാലാവസ്ഥാ പ്രവചനം. എന്താണ് നിലവിൽ അവിടുത്തെ സ്ഥിതി? നിലവിൽ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൽപ്പറ്റയാണ്. കൽപ്പറ്റയിൽ മഴ അത്ര കാര്യമായിട്ട് ഇപ്പോൾ ഇല്ല. രാത്രിയും വലിയ രീതിയിലുള്ള മഴ ഉണ്ടായിട്ടില്ല. ഇടവിട്ട് ശക്തമായ മഴയാണ് വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നലെ പകലും ആ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ശക്തമായ കാറ്റും വീശുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മരം പൊട്ടിവിടൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. മാത്രമല്ല വലിയ അളവിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ട്. ആ വെള്ളം വാർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴയെ സംബന്ധിച്ച് ആ മഴയിൽ വലിയ രീതിയിലുള്ള കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. 242 ഹെക്ടറുകളിലെ കൃഷിയാണ് നശിച്ചിരിക്കുന്നത്. ഈ 2199 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ജില്ലയിൽ ഇതുവരെ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചത് വാഴ കൃഷിക്കാണ്. 3,53,000-ലധികം വാഴകൾ നിലം പൊത്തി എന്നുള്ളതാണ് കണക്ക് ലഭ്യമാവുന്നത്. ഈ 92 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയും നാശത്തിന് വിധേയമായിട്ടുണ്ട് എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ സർക്കാർ അറിയിക്കുന്നുണ്ട്. ബാണാസുര സാഗർ അണക്കെട്ടിലെ ജലനിരപ്പ് 760.15 മീറ്ററാണ് എന്നുള്ളത് KSCBയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ജലനിരപ്പ് റൂൾ കർവിന്റെ 1.5 മീറ്റർ താഴെ എത്തിയാൽ ബ്ലൂ അലേർട്ടും, 1 മീറ്റർ താഴെ എത്തിയാൽ ഓറഞ്ച് അലേർട്ടും, 1/2 മീറ്റർ താഴെ എത്തിയാൽ റെഡ് അലേർട്ടും പുറപ്പെടുവിക്കും. നിലവിൽ നില ഭദ്രമായ രീതിയിൽ തന്നെയാണ് ജലനിരപ്പ് ഉള്ളത് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 18 ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നിട്ടുള്ളത്. ഈ 18 ക്യാമ്പുകളിൽ നിന്നായി 693 പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഒഴിയുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരം. പക്ഷേ ഒറ്റപ്പെട്ട ചിലയിടങ്ങളിലെങ്കിലും വെള്ളക്കെട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പ്രജിൻ, ശരി. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി അശ്വിൻ പാലാഴിയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ അശ്വിൻ നൽകും. അശ്വിൻ, ഇത്തവണ കേരളത്തിൽ കാലവർഷം കനക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏതൊക്കെ ജില്ലകളിൽ നിലവിൽ അലർട്ടുകൾ എങ്ങനെയാണ് നൽകിയിരിക്കുന്നത്? തിരുവനന്തപുരത്തെ സാഹചര്യം എങ്ങനെ? ഗുഡ് മോർണിംഗ്. എന്തായാലും അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ചെറിയൊരു സാങ്കേതിക തടസ്സം നേരിടുകയാണ്. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഇന്നും റെഡ് അലർട്ട് തുടരുകയാണ്. അശ്വിനിലേക്ക് തിരികെ എത്താം. മിഥില ബാലനിലേക്ക് പോവുകയാണ്. മിഥില, ഗുഡ് മോർണിംഗ്. കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസമൊക്കെ ലഭിച്ചത്. ഇതോടൊപ്പം തന്നെ നിരവധി നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ കോഴിക്കോട് ജില്ലയിൽ? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അതിശക്തമായ മഴയാണ്. ഇന്നും റെഡ് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. നിലവിലിപ്പോൾ മഴയില്ല. മലയോര മേഖലകൾ ഉൾപ്പെടെ ഇന്നലെ രാത്രിയെല്ലാം തന്നെ ഇടവിട്ട് ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ മഴയില്ല എന്നതാണ് മലയോര മേഖലകളിൽ നിന്ന് ഉൾപ്പെടെ ലഭ്യമാവുന്ന വിവരം. പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, ചാലിയാർ ഉൾപ്പെടെ പ്രത്യേകിച്ച് കോരപ്പുഴയിൽ സംസ്ഥാന സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പുഴയോരങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ഭരണകൂടവും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും എല്ലാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വിനോദസഞ്ചാര മേഖലകളിൽ അതുപോലെ തന്നെ മറ്റ് ഇത്തരത്തിൽ ആളുകൾ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിലങ്ങാട് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ്. കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി നാശം വിതച്ച വിലങ്ങാട് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. മാത്രമല്ല 58 പേർ ഇപ്പോൾ നിലവിൽ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. ചെറിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്നു. കാരണം
നേരത്തെ കഴിഞ്ഞ വർഷമുണ്ടായ ഉരുൾപൊട്ടലിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല, ഈ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസറെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സമാന രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇന്നും സാധ്യതയുണ്ട് എന്ന വിവരമാണ് അവിടെ നിന്നും ലഭ്യമാവുന്നത്. നിലവിലെ കാലാവസ്ഥ ചാറ്റൽ മഴയൊന്നും നിലവിൽ ഇപ്പോൾ ടൗണിലില്ല, മലയോര മേഖലകളിലും സമാനമായ രീതിയാണുള്ളത്. താമരശ്ശേരി ചുരത്തിലും ഗതാഗത തടസ്സമില്ല എന്നാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. യെസ്, മിഥില ബാലനാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്. ഇനി വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അശ്വിൻ പാലാഴി ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. അശ്വിൻ, പറഞ്ഞു വന്നത് എന്താണ്? അപ്പോൾ കേരളത്തിൽ ഏത് രീതിയിലാണ് ഇന്നത്തെ അലേർട്ടുകൾ ഉള്ളത് മഴ സംബന്ധിച്ച്? ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ സാഹചര്യം എന്താണ്? അലർട്ട് ഇന്ന് 2 ജില്ലകളിലാണ് സംസ്ഥാനത്ത് റെഡ് അലർട്ട് ഉള്ളത്. അത് കോഴിക്കോടും വയനാടുമാണ്. അവിടെ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഒപ്പം ബാക്കി 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെ തീവ്രമായ മഴയ്ക്ക്, അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രവചനം. എന്തായാലും ഈ എല്ലാത്തിനും അപ്പുറം വിവിധ ജില്ലകളിൽ വലിയ മഴ ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്ന് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ രാവിലെ മഴ അല്പം മാറി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ. ഒരുപക്ഷെ അത് ഇന്നലത്തേതിന് സമാനമായി രാവിലെ ഒരു 10 മണിയോടുകൂടി തീവ്ര മഴയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം ഈ തീരപ്രദേശങ്ങളിൽ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം ഇന്നലെ നമ്മൾ കണ്ടതാണ്, പലയിടങ്ങളിലേക്കും ഈ റെയിൽവേ ട്രാക്കുകളിലേക്ക് മരമൊക്കെ ഒടിഞ്ഞു വീണാം, ട്രെയിൻ ഗതാഗതം താളം തെറ്റുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ പുനഃസ്ഥാപിച്ച് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ശക്തമായ കാറ്റിൻ്റെ പ്രവചനവുമുണ്ട്. എന്തായാലും 30-ാം തീയതി വരെ, വരുന്ന 30 വരെ അതിതീവ്ര മഴയ്ക്കാണ് കേരളത്തിൽ പ്രവചനമുള്ളത്. ഒപ്പം 31 വരെ തീവ്ര മഴ തുടരുമെന്നും പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കാലവർഷം കനക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രവചനം കൂടി കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് മുന്നറിയിപ്പ്. പ്രജി. യെസ്, അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. നിലമ്പൂരിലേക്കാണ് ഇനി. ഉപതിരഞ്ഞെടുപ്പ് ചൂടിൽ നിലമ്പൂർ. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ സജീവ പ്രചാരണത്തിലേക്ക് കടക്കുകയാണ് UDF. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രചാരണം. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ട് പിന്തുണ ഉറപ്പാക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. മുന്നണി പ്രവേശനത്തിൽ ആശയക്കുഴപ്പം തുടരുന്നതിനിടെ ഇന്ന് 9 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ച് PV അൻവർ. ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവർ കലാപക്കൊടി ഉയർത്തിയതിനു ശേഷം അനുനയിപ്പിക്കാൻ കോൺഗ്രസ് മാരത്തൺ ചർച്ചകളാണ് നടത്തിയത്. LDF സ്ഥാനാർത്ഥിയെ മറ്റന്നാൾ പ്രഖ്യാപിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് എന്നിവരുടെ പേരുകളാണ് പട്ടി സജീവമായി പരിഗണിക്കുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന CPIM സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി ബിപിൻ C വിജയനും റാഫി കരീമും ചേരുകയാണ്. ആദ്യം ബിപിൻ C വിജയനിലേക്ക് പോകുന്നു. ബിപിൻ, അങ്ങനെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി UDF പ്രചാരണത്തിലേക്ക് കടക്കുമ്പോഴും UDFന് തലവേദനയായി മാറിയിരിക്കുകയാണ് PV അൻവറിന്റെ ഈ മുന്നണി പ്രവേശനവും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും. മാത്രമല്ല, PV അൻവർ 2 ദിവസത്തിനുള്ളിൽ മുന്നണി പ്രവേശനത്തിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ മത്സരിക്കുമെന്നുള്ള ആ ഒരു ഭീഷണി പോലും മുഴക്കിയ സാഹചര്യത്തിൽ എന്താണ് UDF ക്യാമ്പിന്റെ നിലവിലെ നിലപാട്? എങ്ങനെയാണ് പ്രചാരണം? ഗുഡ് മോർണിംഗ് പ്രജിത്, ക്രിസ്റ്റീന. ഈ പറഞ്ഞതുപോലെ തന്നെ പ്രചാരണവും വാക്പോരും ഒക്കെ ആയിട്ട് മുന്നണികൾ കളം നിറയുകയാണ് നിലമ്പൂരിൽ. അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. പക്ഷേ അപ്പോഴും ഈ പോരാട്ട ചൂടിന് കുറവൊന്നുമില്ല. പറഞ്ഞതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അവർ അതിൻ്റെ പ്രചാരണത്തിലേക്ക് കടന്നു കഴിഞ്ഞു. UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും UDFന് അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധി നൽകിയിരിക്കുന്നത് PV അൻവറാണ്. PV അൻവറിൻ്റെ പിന്തുണ നിരുപാധികം തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി ഒരു വിജയസാധ്യത കുറവുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പറയുകയും വലിയൊരു കലാപക്കൊടി ഉയർത്തുകയുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സമവായ ചർച്ചകളൊക്കെ പല വിധത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് ഒരു അനുനയത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 2 ദിവസത്തിനകം മത്സരിക്കുമോ PV അൻവർ? അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ UDFനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ള രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ UDFനെ സംബന്ധിച്ച് അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ പോകേണ്ട, അല്ലെങ്കിൽ PV അൻവറിനോട് ഈ വിലപേശലിന് നിന്ന് കൊടുക്കേണ്ട എന്ന് അണികൾക്കിടയിലും ഒപ്പം തന്നെ നേതാക്കൾക്കിടയിലും 2 തട്ടിലുണ്ട്. പക്ഷേ PV അൻവറിനെ അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുഖവിലിക്കെടുക്കാതെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഒരു വിജയ സാധ്യതയെ ബാധിക്കും എന്നുള്ളൊരു ആശങ്ക മുതിർന്ന നേതാക്കൾക്കുമുണ്ട്. അതിനെ തുടർന്ന് മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ചർച്ചകളൊക്കെ നടക്കുന്നത്. മുസ്ലിം ലീഗ് ആ ഒരു സമവായത്തിന് ഒരു പാലം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതുമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ പോലും ആ ചർച്ചകളൊക്കെ ഒരു വശത്ത് നടത്തിയിരുന്നു. UDFനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ പ്രചാരണം തുടങ്ങിയിരിക്കുന്നു. ഇന്ന് പഞ്ചായത്ത് കൺവെൻഷൻ
കൺവെൻഷനുകൾക്ക് തുടക്കമാവുകയാണ്. മൂത്തേടം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലാണ് ഈ കൺവെൻഷൻ തുടങ്ങുന്നത്. പ്രതിപക്ഷ നേതാവ് ജില്ലയിൽ തന്നെ ക്യാമ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയായിരിക്കും. പാലക്കാടൊക്കെ കണ്ടതുപോലെ തന്നെ വി ഡി സതീശൻ മുഴുവൻ സമയവും നിലമ്പൂരിൽ ഉണ്ടാകും. മറ്റ് മുതിർന്ന നേതാക്കളെ കൂടി ഇവിടെ എത്തിക്കുവാനാണ് ആദ്യത്തെ ശ്രമം. ഒപ്പം തന്നെ ഈ അന്തരിച്ച മുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കളുടെ സ്മൃതി കുടീരത്തിലേക്കൊക്കെ പോകും. ഈ 2 ദിവസത്തിനകം തന്നെ ആര്യടൻ ഷൗക്കത്ത് പോകുമെന്നുള്ളത് ആ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. CPM-നെ സംബന്ധിച്ച് എന്താണ് ഈ UDF ക്യാമ്പിൽ നടക്കുന്നത് എന്നുള്ളത് അവർ നിരീക്ഷിച്ചു വരികയാണ്. 2 പേരിലേക്ക് അത് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞതുപോലെ തന്നെ M സ്വരാജ്, ഷറോണ റോയ് എന്നീ രണ്ട് പേരുകളാണ് ഇപ്പോൾ സജീവ പരിഗണനയിലുള്ളത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളിയാഴ്ചയാണ്. അന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ആ പ്രഖ്യാപനം കൂടി ഉണ്ടാവും. അതിനുശേഷം ഒരു വലിയ പോരാട്ടച്ചൂടിലേക്ക് കടക്കുന്നു. NDAയെ സംബന്ധിച്ച് ഇത് BJP-യുടെ ഒരു മണ്ഡലമായിരുന്നു. BJP ആ സീറ്റ് BDJS-നെ കൈമാറിയിരിക്കുന്നു. BDJS മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി ആ സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടുകൂടി ഒരു ചിത്രം, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയും ചെയ്യും. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതാണ്ട് നിലമ്പൂരിലെ രാഷ്ട്രീയ ചിത്രം തെളിയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റാഫി കരീം കൂടി അവിടെ നിന്ന് ചേരുന്നു തത്സമയം. റാഫി, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാവുന്നത് വീണ്ടും PV അൻവർ തന്നെയാണ്. ഒരുപക്ഷെ മാധ്യമങ്ങളുടെ വാർത്താ തലക്കെട്ടിൽ വീണ്ടും അൻവർ ഇടം പിടിക്കുന്നു എന്നുള്ളതാണ്. 9 മണിക്കാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്റെ കാര്യങ്ങൾ പറയാം എന്ന് പറയുന്നു. അതിലൊരു ദിവസം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്ത് പറയും എന്നതിലാണ് രാഷ്ട്രീയ കൗതുകമുള്ളത്. എന്തെങ്കിലും സൂചനകൾ അത് അൻവറിന്റെ വൃത്തങ്ങൾ നൽകുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും അൻവർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ നടന്ന ഒരു ഇടവേളയിൽ മുന്നോട്ട് വച്ച ആവശ്യങ്ങളും നിബന്ധനകളും അത് അതേപടി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും കാണുന്നത്. കാരണം ഇന്നലെ VD സതീശൻ അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി, ആദ്യം അൻവർ തീരുമാനം പറയട്ടെ, അതിനുശേഷം UDF-ന്റെ തീരുമാനം എന്നുള്ള മറുപടിയാണ് VD സതീശൻ നൽകിയത്. എന്നാൽ ഇന്നലെ വരെ VD സതീശൻ ഈ മറുപടി നൽകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഈ നിലയിലായിരുന്നില്ല. UDF-ന്റെ ഭാഗമാകും അൻവർ എന്നുള്ളത് തന്നെയായിരുന്നു. അതും അൻവർ മുന്നോട്ട് വച്ച നിബന്ധനകൾ അത് ചിലത് പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും അത്തരമൊരു നീക്കം നടക്കുക എന്നുള്ള പ്രതീക്ഷയും അൻവർ വിഭാഗത്തിനും അൻവറിനും തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം പ്രതികരണങ്ങൾ ആ നിലയിലായിരുന്നു. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം അൻവർ നടത്തിയ ചില കടന്ന പ്രയോഗങ്ങൾ, ചില ആരോപണങ്ങൾ അത് തന്നെയാണ് UDF നേതൃത്വത്തെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. കാരണം ആ നിലയിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിക്ക് പ്രചരണത്തിലും മറ്റു ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിലുള്ള ഒരു ആരോപണമായിരുന്നു അൻവറിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. ഇപ്പോൾ അൻവർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി താൻ മുന്നോട്ട് വച്ച ആവശ്യങ്ങളും അൻവറിന്റെ ആശങ്കകളും പരിഹരിക്കാതെ UDF നേതൃത്വം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അൻവറിനെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. VT ബൽറാമിന്റെ അടക്കമുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നെല്ലാം അത്തരം സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും അൻവർ 9 മണിക്ക് അതായത് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്, മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്ത് വിവരങ്ങളായിരിക്കും അൻവർ ആ സമയത്ത് പുറത്തുവിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ അബ്ദുൾ വഹാബ് എന്ന ലീഗ് നേതാവിന്റെ വസതിയിൽ വെച്ച് കുഞ്ഞാലിക്കുട്ടിയും മറ്റ് ലീഗ് നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അൻവർ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങളായിട്ടില്ല, ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്, ലീഗ് ഈ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ ലീഗ് നേതൃത്വം മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ അൻവറിന് വേണ്ടി കോൺഗ്രസിനോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ലീഗിൽ നിന്നുള്ള വൃത്തങ്ങൾ പറയുന്ന വിവരങ്ങൾ. എന്നാൽ അൻവർ ലീഗ് മധ്യസ്ഥ വഹിക്കും, തന്റെ ആവശ്യങ്ങൾ ലീഗ് കോൺഗ്രസിനോട് പറയും, ആശങ്കകൾ ലീഗ് പരിഹരിക്കും എന്നുള്ള നിലപാടാണ് അൻവറിന്റെ ഭാഗത്തുണ്ടായത്. ഒരു ദിവസവും കൂടി ബാക്കിയുണ്ട് തീരുമാനം പ്രഖ്യാപിക്കാൻ എന്നുള്ളതാണ് അൻവർ പറയുന്നത്. എന്നാൽ തൃണമൂൽ ഇന്നലെ അല്പം കടത്തി തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തൃണമൂലിന്റെ മണ്ഡലം പ്രസിഡന്റ് സുഗു ഇന്നലെ പറഞ്ഞത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാണ്, തൃണമൂലിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകും, അൻവർ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നാണ് പ്രവർത്തകർക്കിടയിലെ വികാരം എന്നുള്ളതാണ്. എങ്ങനെയെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങൾ, ഇനി വരുന്ന മണിക്കൂറുകൾ അൻവർ മാധ്യമങ്ങളോട് പറയുന്നത്, തീർച്ചയായും അൻവർ പറയുന്നത് എന്താണെന്നുള്ളത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും അൻവർ തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനം ഇന്നുണ്ടാകും. അൻവർ അത് വെളിപ്പെടുത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്കാണ് മാധ്യമങ്ങളെ കാണാമെന്ന് അൻവർ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ കൂടി വിപിൻ സി വിജയനിലേക്ക് പോവുകയാണ്. വിപിൻ, CPIM-ന്റെ ചർച്ചകൾ തുടരുകയാണ്. സ്വരാജിന് സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒപ്പം ഷറോണ റോയിയെയും പരിഗണിക്കുമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത്? UDF-നെ നിരീക്ഷിച്ചു വരുന്നു എന്ന് പറയുമ്പോഴും ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സമയമൊക്കെ ആയില്ലേ?
അതെ, ഇതേ ചോദ്യത്തിന് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് സമയമുണ്ടല്ലോ, അത് 2-ം തീയതിക്ക് ഉള്ളിൽ മതിയല്ലോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ വെള്ളിയാഴ്ച തന്നെ, അതായത് 30-ം തീയതിയാണ് ആ നിർണായകമായിട്ടുള്ള ദിവസം. CPM ഇവരുടെ കൊടിയിൽ തന്നെ ഇവിടെ ഒരാളെ നിർത്തുമോ, അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമോ, അതോ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കുമോ എന്നുള്ളതാണ് ഈ ഒരു രാഷ്ട്രീയ ആകാംക്ഷയുള്ളത്. കാരണം കുഞ്ഞാലിക്ക് ശേഷം ആരും തന്നെ ഇവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടില്ല. ഒരു സ്വതന്ത്രന്മാരെയാണ് എല്ലാ തവണയും പരീക്ഷിച്ചത്. കഴിഞ്ഞ തവണയും PV അൻവർ ആയിരുന്നു. PV അൻവറിന് ശേഷം ഇപ്പോൾ ഇവിടുത്തെ മുതിർന്ന നേതാവായിട്ടുള്ള CPM-ന്റെ TK ഹംസ തന്നെ കഴിഞ്ഞ ദിവസം നമ്മോട് പറഞ്ഞത് ഇനി സ്വതന്ത്രന്മാരെ പരീക്ഷിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ജാഗ്രത പാലിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം ആരായിരിക്കും എന്നത് സംബന്ധിച്ച് വലിയ രീതിയിൽ തന്നെ ഒരു ആകാംക്ഷ തെറിയുന്നുണ്ട്. ആര്യടൻ ഷൗക്കത്താണ് UDF ക്യാമ്പിന്റെ സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു മുതിർന്ന നേതാവ് തന്നെ ഇവിടെ വേണം എന്നുള്ളൊരു ആവശ്യം CPM-നെ സംബന്ധിച്ച് അണികൾക്കിടയിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അങ്ങനെയാണ് എം സരോജിന്റെ പേര് സജീവമായി തന്നെ ഉയർന്നു വന്നത്. അപ്പോൾ അതിനുശേഷം ഷറോണ റോയി ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. വഴിക്കടവ് ഡിവിഷനാണ്, അത് കോൺഗ്രസിന്റെ ഒരു ഉറച്ച സ്ഥലമായിരുന്നു. അവിടെ നിന്നൊരു അട്ടിമറി വിജയമാണ് ഷറോണ റോയി നേടിയത്. പക്ഷേ അവർ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആ ഒരു വലിയ മത്സര ചൂടിലേക്ക് എത്താൻ കഴിയുമോ എന്നൊരു ആശങ്ക മറ്റ് നേതാക്കൾക്കുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സജീവ ചർച്ച ഇപ്പോഴും CPM-നെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. BDJS-ന്റെ സ്ഥാനാർത്ഥി കൂടി 2 ദിവസത്തിനകം വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വിപിൻ സി വിജയനും ഒപ്പം റാഫി കരിയുമാണ് നിലമ്പൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. നിലമ്പൂർ നിയമസഭാ സീറ്റ് BJP ഒഴിഞ്ഞതോടെ മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് BDJS. മണ്ഡല രൂപീകരണത്തിന് ശേഷം 2016 മാത്രമാണ് നിലമ്പൂരിൽ BDJS മത്സരിച്ചത്. ബാക്കി എല്ലാ തവണയും BJP-യാണ് മത്സരിച്ചത്. മികച്ച പ്രകടനമാണ് അന്ന് BDJS കാഴ്ചവെച്ചത്. എന്നാൽ 2021 മലപ്പുറത്തെ തവനൂർ BDJS-ന് കൈമാറി BJP നിലമ്പൂർ വീണ്ടും ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ BDJS 2016 നേടിയ വോട്ടിനേക്കാൾ 4000-ഓളം കുറവ് വോട്ട് മാത്രം നേടാൻ കഴിഞ്ഞത് നാണക്കേടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തവണ സീറ്റ് BDJS നൽകാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. നിലമ്പൂരിൽ താമര ചിഹ്നത്തിൽ തന്നെ മത്സരം വേണമെന്ന് കേന്ദ്ര നിർദ്ദേശമുണ്ടായാൽ നിലപാടിൽ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കൊടക്കാട് വാഹനാപകടം. കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കൊടുന്നോട് ചെങ്ങാനാകാറ്റിൽ വീട്ടിൽ സനീഷാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ശ്രീകുമാരൻ കൂടുതൽ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീത്ത്, എപ്പോഴായിരുന്നു ഈ അപകടം, എന്ത് സംഭവിച്ചു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്? നല്ല മഴയുണ്ടായിരുന്നു പ്രജിൻ. എന്തായാലും ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കാര്യമായ രീതിയിൽ വ്യക്തമായ ദൃശ്യങ്ങളല്ല. പക്ഷേ വാഹനം ഇടിച്ച് യുവാവ് വീഴുന്നതും പിന്നീട് കാർ യാത്രികർ മറ്റൊരു കാറിലെ യാത്രികർ തിരിച്ചിറങ്ങുന്നതും ഒക്കെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്തായാലും ആ കാറിൽ യാത്ര ചെയ്തിരുന്ന 5 പേരിൽ 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സനീഷ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഹെൽമറ്റ് അടക്കം തെറിച്ച് പോയി എന്നും പറയുന്നുണ്ട്. അവിടുത്തെ പ്രാദേശിക പ്രതിനിധി അത്തരത്തിലുള്ള വിവരമാണ് നമുക്ക് നൽകുന്നത്. എന്തായാലും മറ്റാളുകളെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്ന് പറയുന്നു. എന്നാലും സനീഷിന്റെ മൃതദേഹം മണ്ണാർക്കാട് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ദേശീയപാതയിൽ മഴയത്ത് വലിയ തോതിലുള്ള അപകടങ്ങൾ പതിവാവുകയാണ് ഈ പ്രദേശത്ത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ. പ്രവിത. ശരി, എന്തായാലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കാർ യാത്രികർ ഒപ്പം ബൈക്ക് യാത്രികർ ശ്രദ്ധ പുലർത്തിയേ പറ്റൂ. കാരണം റോഡ് തെന്നിക്കിടക്കുന്ന സമയമാണ്. ഇത്തരം അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കൊടക്കാടാണ് വാഹനാപകടമുണ്ടായത്. കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചുവെന്നുള്ള സങ്കടകരമായ വാർത്തയാണ് വന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. ഇന്നലെ രാത്രിയോടെ പുറത്തു വന്നൊരു വാർത്തയാണ്. അതിന്റെ പുതിയ അപ്ഡേറ്റുകൾ എന്താണെന്ന് നോക്കാം. എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ 13-കാരനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. തേവര കസ്തൂർബ നഗർ സ്വദേശി മുഹമ്മദ് ഷിഫാനെയാണ് കാണാതായത്. ഇടപ്പള്ളിയിലെയും സമീപ പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം. പതിവ് സമയം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതായതോടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് കുട്ടി വൈറ്റില ഭാഗത്തേക്ക് പോയതായാണ് സൂചന. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അമൽ, അത്ര നല്ല വാർത്തയല്ല രാവിലെ പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളത് അറിയാം. എങ്കിലും ഈ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന പോലീസിന് നിലവിൽ ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ ഈ CCTV ദൃശ്യം ഒഴിച്ചാൽ മറ്റ് വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിനായിട്ടുണ്ടോ? പ്രവിത, പ്രജിൻ,
ഏതായാലും ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ രാത്രി 24 ഈ വാർത്ത നൽകിയപ്പോഴും ഇതേ ആശങ്ക തന്നെ നമുക്കുണ്ടായിരുന്നു. കാരണം ഇന്നലെ രാവിലെയാണ് മുഹമ്മദ് ഷിഫാനെ കാണാതാകുന്നത്. പിന്നീട് 5 മണിക്കൂറിന് ശേഷമാണ് കുട്ടി പതിവായി വീട്ടിൽ തിരിച്ചെത്തുന്ന ആ ഒരു സമയത്തും കാണാതായപ്പോഴാണ് രക്ഷിതാക്കൾ ഈ വിവരം അറിഞ്ഞതും പോലീസിനെ സമീപിക്കുന്നതും എളമക്കര പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം തുടങ്ങുന്നതും. പക്ഷേ ഇത്ര നേരം കഴിഞ്ഞിട്ടും ഈ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും കണ്ടെത്തുക എന്നല്ലെങ്കിൽ കുട്ടി ഉള്ള സ്ഥലത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഏതായാലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് മൂവാറ്റുപുഴ ഭാഗം കേന്ദ്രീകരിച്ചാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും കുട്ടിയുടെ പിതാവും ബന്ധുവും പോലീസുകാർക്കൊപ്പം തന്നെയുണ്ട്. ഇന്നലെ തന്നെ ഈ വിവരം പുറത്തു വന്നിരുന്നു. അതായത് വാഴക്കാല ഭാഗത്ത് നിന്ന് ഒരു സ്വകാര്യ ബസ്സിൽ സ്കൂൾ യൂണിഫോം ധരിച്ച ഒരു കുട്ടി മൂവാറ്റുപുഴയിൽ ചെന്ന് ഇറങ്ങി എന്നൊരു വിവരം പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്ന് ഈ ബസ്സിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. പക്ഷേ നിലവിൽ ഈ ബസ് ഉള്ളത് തൊടുപുഴയ്ക്കപ്പുറം കുറച്ച് റേഞ്ച് കുറഞ്ഞ ഒരു ഭാഗത്താണ്. അതിനാൽ ഈ CCTV ദൃശ്യങ്ങൾ എടുത്ത് അയച്ചു കൊടുക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഈ ബസ്സുമായി കുറെ കൂടി അടുത്ത് നിൽക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കും. അതിനുശേഷം CCTV ദൃശ്യങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്നലെ ഇടപ്പള്ളി അല്ലമീൻ സ്കൂളിൽ നിന്ന് 9 മണിക്ക് നടന്ന പരീക്ഷ എഴുതി 9:30 അതിവേഗത്തിൽ പരീക്ഷ എഴുതി തീർത്ത് പുറത്തിറങ്ങി ഈ അല്ലമീൻ സ്കൂളിന് പുറത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് പിന്നീട് അവിടെ നിന്നും കുറച്ച് നടന്ന് ലുലുവിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് ഈ കുട്ടി ഇടപ്പള്ളി ടോൾ ഭാഗത്തേക്ക് പോയിട്ട് തിരിച്ച് നടക്കുന്നതായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വൈറ്റില ഭാഗത്തേക്ക് പോയി എന്നൊരു അനുമാനത്തിലായിരുന്നു ഇന്നലെ പോലീസ് ഉണ്ടായിരുന്നത്. ഏതായാലും ഈ കുട്ടി ഒറ്റയ്ക്കാണോ അതല്ല ആരെങ്കിലും ഈ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ചെല്ലാം കുറെ കൂടി വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അത് വരും മണിക്കൂറുകൾ വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളിലേക്കും അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്കും ഇതിനോടകം വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനടി എലമക്കര പോലീസിനെ വിവരം അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ വാഴക്കാലയിൽ നിന്ന് പോയ കുട്ടിയും ഈ മുഹമ്മദ് ഷിഫാൻ തന്നെയാണോ എന്ന് പോലീസിന് ഇപ്പോഴും സംശയമുണ്ട്. കാരണം മുഹമ്മദ് ഷിഫാൻ ഇറങ്ങുമ്പോൾ കുട്ടിയുടെ പുറത്ത് ഒരു കറുത്ത ബാഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വാഴക്കാലയിൽ നിന്ന് മൂവാറ്റുപുഴ വരെ പോയ കുട്ടിയുടെ കയ്യിൽ ബാഗോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് കണ്ടക്ടർ പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിലും ഒരു സംശയമുണ്ട്. ഏതായാലും വളരെ ആശങ്കാജനകമായിട്ടുള്ള വരും മണിക്കൂറുകളാണ് പോകുന്നത്. കാരണം ഒരു കുട്ടി ഇന്നലെ രാവിലെ കാണാതായതാണ്. ഇന്ന് രാവിലെയായിട്ടും കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പ്രജിത്ത്. യുവേഫ കോൺഫറൻസ് ലീഗ് ചാമ്പ്യന്മാരെ ഇന്നറിയാം. ഫൈനലിൽ ചെൽസി റയൽ ബെറ്റിസിനെ നേരിടും. രാത്രി 12:30-ക്കാണ് മത്സരം. യുഎഫയുടെ 4 വ്യത്യസ്ത ട്രോഫികൾ സ്വന്തമാക്കുന്ന ആദ്യ ടീം എന്ന നേട്ടമാണ് ചെൽസിയെ കാത്തിരിക്കുന്നത്. കപ്പ് വിന്നേഴ്സ് കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ ലീഗ് എന്നീ യുവേഫ ടൂർണമെന്റുകൾ മുൻപ് ചെൽസി ജയിച്ചിട്ടുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക്. മക്കളുടെ നൃത്ത പരിശീലനത്തിന് കൂട്ടുപോയി ഒടുവിൽ നൃത്തം പഠിക്കാൻ തീരുമാനിച്ച അമ്മമാരുടെ കഥയാണിനി. മാസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിൽ ഈ അമ്മമാരുടെ അരങ്ങേറ്റവും നടന്നു. കാണാം ചിലങ്കയുടെ താളമുള്ള കാസർഗോഡ് കൂട്ടുപുന്നയിൽ നിന്നുള്ള വിശേഷങ്ങൾ. അമ്മ എന്ന് പഠിക്കണം പറ്റും ടീച്ചർ. എന്റെ അമ്മേനെ ഒന്ന് ഡാൻസ് പഠിപ്പിക്കും. വർഷങ്ങൾക്ക് മുൻപ് കൂട്ടുപുന്നയിലെ സ്വസ്തി ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ കുട്ടികൾക്ക് നൃത്ത പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ പരിശീലനം നടത്തിയ കുട്ടികൾ ചിലങ്ക അണിഞ്ഞതോടെ പിന്നെയും നിരവധി വിദ്യാർത്ഥികൾ പഠിക്കാനെത്തി. പതിയെ പതിയെ കുട്ടികൾക്കൊപ്പമെത്തിയ അമ്മമാരും നൃത്ത പഠനത്തിനായി ചേർന്നു. ഞാൻ അമ്മമാർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണത്. അപ്പോൾ ഇവർ ഇത്രയും ആഗ്രഹത്തോടെ വന്നപ്പോൾ അവരെ തിരിച്ചയക്കാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം ഇവിടെ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ വരുന്നുണ്ട്. അവർ അത്രയും സഹകരിച്ചാണ് എന്നോടുകൂടെ എപ്പോഴും എല്ലാ പ്രോഗ്രാംസിനും ഉണ്ടാവാറ്. അവരുടെ മക്കളുടെ പ്രോഗ്രാമിനാണെങ്കിലും. നീണ്ടകാലത്തെ പരിശീലനത്തിനൊടുവിൽ അവർ ചിലങ്ക കെട്ടി. നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ സദസ്സിന് മുന്നിൽ നൃത്തമാടി. മോള് 1ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങി. 12 വർഷമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഡാൻസ് ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികൾ കളിക്കുന്ന കാണുമ്പോഴും അപ്പോഴേ ഉണ്ടായിരുന്നൊരു മോഹമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ കുറച്ച് പേരുണ്ട് ക്ലബിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ കൂടിയിരുന്ന് നമുക്കും ഇതൊന്ന് പഠിച്ചാലോ എന്നുള്ള ആഗ്രഹം എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. അപ്പോഴിത് സത്യം പറഞ്ഞാൽ ടീച്ചർക്ക് സമ്മതിക്കുമോ എന്നുള്ള ഒരു സംശയം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ടീച്ചർ സന്തോഷപൂർവ്വം അത് ഏറ്റെടുത്തു.
പ്രായമായെന്ന് പറഞ്ഞ ആഗ്രഹങ്ങളെ മണ്ണിട്ട് മൂടുന്ന കേരളത്തിലെ വീട്ടമ്മമാർക്ക് ഈ കലാകാരികളുടെ സംഘം പ്രചോദനമാണ്. കാസർഗോഡ്. മുന്നണി പ്രവേശനം വാഗ്ദാനം ചെയ്ത് തൃണമൂൽ കോൺഗ്രസിനെ UDF കബളിപ്പിച്ചിട്ടില്ല എന്ന ഷാഫി പറമ്പിൽ 24-നോട് UDFുമായി സഹകരിക്കുന്നവരോട് തിരിച്ചും സഹകരിക്കും. പാലക്കാട്ടെ വിജയം നിലമ്പൂരിൽ ആവർത്തിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഷാഫി പറമ്പിൽ 24-നൊപ്പം ചേരുകയാണ്. അപ്പോൾ നിലമ്പൂരിൽ കൊടുമ്പിരി കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുമോ, ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? പിന്നെ പാർട്ടി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുമല്ലോ. കഴിയാവുന്ന ദിവസങ്ങളിലൊക്കെ വരും. ഇടയ്ക്ക് വടകരയിലെ കാര്യങ്ങൾ നോക്കും. അപ്പോൾ പാലക്കാട് ഇവിടെ ആവർത്തിക്കുമെന്നുള്ളതാണോ? എന്താണ് ഈ നിലമ്പൂരിൽ ഉയർത്തുന്ന പ്രധാനമായിട്ടുള്ള വിജയിക്കുമെന്ന് കരുതുന്ന പ്രധാനപ്പെട്ട ഘടകം? അത് ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾക്കുള്ള അക്സെപ്റ്റൻസ്, അവർക്ക് ഇവിടുത്തെ ഭരണകൂടത്തോടും അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയോടുള്ള വിയോജിപ്പ്, അവരുടെ പാർട്ടിക്കാർക്ക് പോലും ന്യായീകരിക്കാൻ കഴിയാത്ത ചെയ്തികൾ അവരുടെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എത്ര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് അവർ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്, ചിഹ്നത്തെ സംബന്ധിച്ച്, സ്വതന്ത്രനാണോ, പ്രമുഖനാണോ, പാർട്ടിക്കാരനാണോ എന്നത് സംബന്ധിച്ചൊന്നും കൃത്യമായിട്ടുള്ളൊരു ചിത്രം ഇപ്പോഴും CPM വരച്ച് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് ജനങ്ങളെ ഫേസ് ചെയ്യാവുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ല ഉള്ളത്. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്, രാഷ്ട്രീയമായൊരു പോരാട്ടം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പോരാട്ടമല്ല. ജനകീയ വിഷയങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണകൂടവും പ്രതിപക്ഷവും ഒക്കെ എടുക്കുന്ന നിലപാടുകളെ ജനം പരിശോധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. വാർത്തകളും വിവാദങ്ങളും എപ്പോഴും UDFൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ സംബന്ധിച്ചായിരിക്കും. പക്ഷേ റിസൾട്ടും ഈ പറയുന്ന വിവാദങ്ങളെയൊക്കെ അതിജീവിച്ച് UDFന് അനുകൂലമായത് നമ്മൾ പാലക്കാട് ഉൾപ്പെടെ കണ്ടതാണ്. അതുപോലെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെജോറിറ്റിയിൽ ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൻ്റെ MLA ആയിട്ട് വരും. ഈ തുടക്കത്തിലുള്ള ഒരു പ്രതിസന്ധി അത് ഇവിടെയും സംഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ PV അൻവർ ഉയർത്തുന്ന ചില പരാമർശങ്ങളൊക്കെ, അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ തുടക്കത്തിലൊരു പ്രതിസന്ധിയായിട്ട് അതിനെ കാണുന്നു. നിങ്ങളതിൻ്റെ വേറൊരു സൈഡ് നോക്കുക. ഞങ്ങൾ ഇലക്ഷൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി. ഞങ്ങളുടെ എന്തെങ്കിലും പ്രവർത്തനത്തെ ബാധിക്കുന്നതോ തീരുമാനങ്ങളെ ബാധിക്കുന്നതോ ആയിട്ടുള്ളൊരു കാര്യത്തിൽ പ്രതിസന്ധി എന്ന് വിളിക്കേണ്ടത്. മറ്റേത് വാർത്തകളാണ്. പിന്നെ PV അൻവറിൻ്റെ കാര്യമാണ് താങ്കൾ ഉദ്ദേശിച്ചെങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അത് അദ്ദേഹം എന്ത് സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അദ്ദേഹം തന്നെ ഉയർത്തിയ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഈ ആര് ജയിക്കണം എന്നുള്ളതാണ് ചോദ്യം. അതിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് ഞങ്ങളും നിലപാടെടുക്കും. പറഞ്ഞ പോലെ തന്നെ PV അൻവർ അദ്ദേഹം അന്ന് ഉയർത്തിയ കുറേ പ്രശ്നങ്ങൾ അതിൽ നിന്നൊക്കെ തെന്നിമാറുന്നു എന്നുള്ളത് ഇപ്പോൾ തോന്നുന്നുണ്ടോ ഈ ഒരു വിഷയം വരുമ്പോൾ? കാരണം അന്ന് പിണറായി അദ്ദേഹം ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. തെന്നി മാറുന്നത് വാർത്തകളാണ്. അദ്ദേഹം തെന്നി മാറിയിട്ടില്ല എന്ന് പറയാനുള്ള അവസരം അദ്ദേഹത്തിന് തന്നെ ഉണ്ട്. ഈ സ്ഥാനാർത്ഥിത്വത്തെയും തെരഞ്ഞെടുപ്പ് ഫൈറ്റിനെയും അദ്ദേഹം എടുക്കുന്ന നിലപാടനുസരിച്ച് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ തയ്യാറാണെന്ന് UDFും പറയുന്നുണ്ട്. പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു 5 മാസത്തോളമായി UDFന്റെ ഘടകകക്ഷിയാക്കാന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലെ ചർച്ചകൾ ഓരോ ദിവസവും അത് നീട്ടി കൊണ്ടുപോയി ഒരു കബളിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ അവർക്ക് വരുന്നത്? ഞങ്ങൾ ആരെയും കബളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. UDFുമായി സഹകരിക്കുന്നവരെ പൂർണ്ണമായും സഹകരിപ്പിക്കാൻ തന്നെയാണ് UDF തീരുമാനം. ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകും. അല്ല, ജനങ്ങൾ ആവശ്യപ്പെടുന്ന അതാണ്, ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അതനുസരിച്ച് പെരുമാറുക എന്നുള്ളത് ഞങ്ങളുടെ മേലുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്ര ഫാസ്റ്റായിട്ട്. ഇപ്പോൾ കാൻഡിഡേറ്റ് ഡിക്ലറേഷൻ വരുമ്പോൾ വലിയ പൊട്ടിത്തെറി വരുന്നല്ലോ എല്ലാവരും പറഞ്ഞിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥിയെ ആദ്യം ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്ത VS ജോയ് എന്ന DCC പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. വിപിൻ C വിജയൻ, 24 നിലമ്പൂർ. 1965-നും 2021-നും ഇടയിൽ 14 തിരഞ്ഞെടുപ്പുകളാണ് നിലമ്പൂരിൽ നടന്നത്. LDF, UDF മുന്നണികൾ മാറി മാറി വിജയിച്ച ചരിത്രമാണ് നിലമ്പൂരിന്റേത്. നിലമ്പൂരിൽ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വികസനവും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ചയായിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകൾ ഏറെ കണ്ട നിലമ്പൂരിൽ ഓരോ വട്ടവും ഓരോ വിഷയങ്ങളാണ് ജയപരാജയങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലമ്പൂരിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ട്. 1965 നിലമ്പൂർ നിയമസഭാ മണ്ഡല രൂപീകരണം. അതേ വർഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം. വിജയിച്ചത് സഖാവ് കുഞ്ഞാലി. 65-ലും 67 തെരഞ്ഞെടുപ്പിലും സഖാവ് കുഞ്ഞാലിയാണ് ജയിച്ചത്. അന്നത്തെ കാരണം മുരിക്ക് പൂത്ത പോലെയായിരുന്നു നിലമ്പൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മലയോര കർഷകർക്ക് വേണ്ടി, പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു ധീരനായ നേതാവ് സഖാവ് കുഞ്ഞാലി. 1965-നും 1982-നും ഇടയിൽ നിലമ്പൂർ സാക്ഷിയായത് 6 തിരഞ്ഞെടുപ്പുകൾക്ക്. കുഞ്ഞാലി മുതൽ
ടി.കെ. ഹംസ വരെ. തെറ്റിയ ശേഷം രണ്ടാമത് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ 87 തെരഞ്ഞെടുപ്പിൽ ഇവിടെ പരാജയപ്പെട്ടു ആര്യാടൻ. അന്ന് ടി.കെ. ഹംസയോടെ ജയിച്ചു. 1987 മുതൽ 2011 വരെ നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്യാടൻ മുഹമ്മദ് മാത്രം. അങ്ങനെ ആ ടി.കെ. ഹംസ 5 കൊല്ലം ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വെച്ച് ജയിച്ചതിന് ശേഷം അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കായി. എന്നതിന് ശേഷം ഇവിടുത്തെ എല്ലാ ഇലക്ഷൻ കഴിഞ്ഞ ശേഷമുള്ള ഇലക്ഷനിലൊക്കെ ജയിച്ചത് ആര്യാടനാണ്. 2011-ലും 2016-ലും നിലമ്പൂരിൽ അൻവർ ഇഫക്ട്. 2011-ൽ അൻവർ തോൽപ്പിച്ചത് ആര്യാടൻ ഷൗക്കത്തിനെ. പിണറായി ഗവൺമെന്റ് ആദ്യത്തെ ഗവൺമെന്റിന്റെ ആ ഭരണകാലത്ത് 2016-ലാണ് ഇവിടെ TV അൻവർ ജയിക്കുന്നത്. അങ്ങനെ 2021-ലും അൻവർ ജയിച്ചു. 72 വയസ്സുള്ള അബ്ദുള്ള ഇതുവരെ 14 തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ കണ്ടു. ഈ വട്ടം ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന് പ്രവചനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കെട്ടിയച്ച പൈസ കിട്ടില്ല എന്ന് ഞാൻ പറയാൻ തയ്യാറാണ്. എന്നിരുന്നാലും ഒരു 25,000 വോട്ട് ഭൂരിപക്ഷത്തിന് 100% ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമായ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന കാര്യം ആ തർക്കമല്ല. നിലമ്പൂരിൽ അൻവർ ഇഫക്ട് ഇപ്പോഴില്ലെന്നും അബ്ദുള്ള ചൂണ്ടിക്കാണിക്കുന്നു. ഒറ്റക്ക് PV അൻവർ നിലമ്പൂർ നിയോജകമണ്ഡലം മത്സരിച്ചാൽ 2 അക്കം 3 അക്കം ഉണ്ടാവില്ല. പോട്ടെ. ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നിലമ്പൂർ കടക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. വ്യക്തിപ്രഭാവവും സാമുദായിക സമവാക്യങ്ങളും വികസനങ്ങളും നിലമ്പൂരിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ക്യാമറ പേഴ്സൺ വിഷ്ണു കച്ചേരിക്കും അഖിൽ ഓംകാരത്തിനുമൊപ്പം റാഫി കരീം, 24 നിലമ്പൂർ. വിദേശ വിദ്യാർത്ഥികൾക്ക് നേരെ കടുത്ത നടപടിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ അപ്പോയിന്റ്മെന്റുകൾ മരവിപ്പിച്ചു. വിദ്യാർത്ഥികൾ ക്ലാസ് കട്ട് ചെയ്താൽ വിസ റദ്ദാക്കും. ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മധു, വെരി ഗുഡ് മോർണിംഗ്. അവിടെ രാത്രിയാണെന്ന് അറിയാം. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ ട്രംപിന്റെ ഈ കടുത്ത നടപടി? അത് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അടക്കം വലിയ തിരിച്ചടിയാവും. നിലവിൽ അപ്പോയിന്റ്മെന്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പേടിക്കേണ്ടതില്ല എന്നാണോ? എന്താണ് ഈ തീരുമാനത്തിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ് പ്രജിൻ, പ്രവിത. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വിദേശ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകാൻ പാടില്ല എന്ന് ട്രംപ് ഭരണകൂടം കടുത്ത നിലപാടെടുത്തു. ഇതിനെല്ലാം ഉള്ള മൂല കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ അമേരിക്കയിൽ, പ്രത്യേകിച്ച് ന്യൂയോർക്ക് പോലുള്ള നഗരത്തിലൊക്കെ നടന്ന വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളായിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള വിസയും അതിനായിട്ടുള്ള ഇന്റർവ്യൂകളും ഒക്കെ നിർത്തിവെക്കാൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ലോകമെമ്പാടുമുള്ള US എംബസികൾക്ക് ഉത്തരവ് നൽകിയിരിക്കുകയാണ്. വിസയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ശരിയായ രീതിയിൽ ചെക്ക് ചെയ്യാനും അതുപോലെ അവരുടെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപാടുകളൊക്കെ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കുവാനും ഒക്കെ വേണ്ടിയുള്ള ഒരു ഗൈഡൻസ് ഉണ്ടാകുന്നത് വരെയാണ് ഇപ്പോൾ ഇത് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ ക്യാമ്പസുകളിലെ ജൂതവിരുദ്ധതയെ ചെറുക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അതുപോലെ പാലസ്തീൻ അനുകൂല ആക്ടിവിസ്റ്റ് വിദ്യാർത്ഥികൾക്കുള്ള നിരവധി വിസകൾ റദ്ദാക്കുവാൻ ട്രംപ് അധികാരമേറ്റ സമയം മുതൽ തന്നെ ഈ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റുഡന്റ് വിസകളെ കുറിച്ച് ചോദിച്ചപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, അമേരിക്കയിലേക്ക് ആരൊക്കെയാണ് വരുന്നതെന്ന് പരിശോധിക്കുന്ന ഒരു സംവിധാനം നിലവിൽ വരേണ്ടത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് അമേരിക്ക കാണുന്നതെന്നാണ്. അതുപോലെ അമേരിക്കയിൽ വിദ്യാഭ്യാസം നേടുന്ന ഇന്ത്യക്കാർക്കും അതുപോലെ മറ്റ് വിദേശ വിദ്യാർത്ഥികൾക്കും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയൊരു മുന്നറിയിപ്പും പോയിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി മുൻകൂട്ടിയൊന്നും അറിയിക്കാതെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ക്ലാസുകൾ കട്ട് ചെയ്താൽ അയാളുടെ F1 സ്റ്റുഡന്റ് വിസ ഉടനടി റദ്ദാക്കാമെന്നാണ് ഈ US ഭരണകൂടം എംബസികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ US എംബസി ഇത് സംബന്ധിച്ച് ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രജിൻ, പ്രവിത. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ജൂതവിരുദ്ധത ആരോപിച്ചുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയുമായി വലിയ രീതിയിലുള്ള വാക്പോര് ട്രംപിന്റെ ഭാഗത്തുണ്ടായത്. പിന്നീട് വിദേശ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പ്രതിസന്ധി നേരിടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ കടുത്ത നടപടിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ്. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ അപ്പോയിന്റ്മെന്റുകൾ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് പങ്കുവച്ചത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് കിടക്കാം. വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുടുംബശ്രീ യൂണിറ്റുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കോഴിക്കോട് കോവൂർ ADSന് കീഴിലുള്ള കുടുംബശ്രീ യൂണിറ്റുകളാണ് ജില്ലയിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 1 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കൃഷി, സ്വയം സംരംഭ യൂണിറ്റുകൾ, കാറ്ററിംഗ്, ക്യാൻറ്റീൻ, ഫാമുകൾ, കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനം തുടങ്ങി കൈവച്ച മേഖലയിലെല്ലാം വിജയം കണ്ട ഒരു പറ്റം സ്ത്രീകളുടെ കൂട്ടായ്മയാണ് കോഴിക്കോട് കോവൂരിൽ നമുക്ക് കാണാനാവുക.
നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം, പൂന്തേനരുവി. കോവൂർ ADSന് കീഴിൽ 55 അയൽക്കൂട്ടങ്ങളുണ്ട്. ഇതിൽ 35 അയൽക്കൂട്ടങ്ങൾ മികച്ച രീതിയിൽ സ്വയം സംരംഭ യൂണിറ്റുകൾ നടത്തിവരുന്നുണ്ട്. വാർഡിലുള്ള എല്ലാ അയൽക്കൂട്ടങ്ങളും തന്നെ നല്ല രീതിയിലുള്ള സംരംഭങ്ങൾ നടത്തി മുന്നേറുന്നുണ്ട്. കുടുംബശ്രീ രംഗത്തിൻ്റെ വളർച്ച തന്നെ സംരംഭങ്ങളിലൂടെ സ്ത്രീകൾ സാമ്പത്തിക ശാക്തീകരണവും സാമൂഹ്യ ശാക്തീകരണവും നേടുക എന്നുള്ളതാണ്. അത് പടിപടിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോവൂർ വാർഡിലെ എല്ലാ അയൽക്കൂട്ട അംഗങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ കുടുംബശ്രീ നിക്ഷേപത്തിൽ നിന്ന് തുക സംഭരിച്ച് വിദേശയാത്രകളും ഈ വനിതകൾ നടത്താറുണ്ട്. കൂടാതെ വയോജന അയൽക്കൂട്ടം, ഭിന്നശേഷി അയൽക്കൂട്ടം എന്നിങ്ങനെ പരിഗണന അർഹിക്കുന്നവർക്കായി പ്രത്യേക അയൽക്കൂട്ടങ്ങളും ഇവർ ആരംഭിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. കോഴിക്കോട് ജില്ലയ്ക്ക് ഇനി സ്വന്തമായി പുഷ്പവും മൃഗവും ശലഭവും ഉൾപ്പെടെ 8 സ്പീഷീസുകൾ. ഇവയുടെ പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നു. ജില്ലയുടെ പുഷ്പമായി അതിരാണിയും പക്ഷിയായി മേനി പൊന്മാനയുമാണ് തെരഞ്ഞെടുത്തത്. ജില്ലാ പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്പീഷീസുകളുടെ പ്രഖ്യാപനം നടത്തിയത്. വിശദമായ പഠനത്തിനും വിശകലനത്തിനും ശേഷമാണ് പ്രഖ്യാപനം. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചായിരുന്നു ഇത്. കോഴിക്കോട് ജില്ലയുടെ പുഷ്പമായി അതിരാണിയും പക്ഷിയായി മേനിപ്പൊന്മാനും, ജില്ലയുടെ ശലഭമായി മലബാർ റോസും, വൃക്ഷമായി ഈയകത്തെയും, പൈതൃക വൃക്ഷമായി ഈന്തിനെയും, ജലജീവിയായി നിർണായയെയും, മത്സ്യമായി പാതാള പൂന്താരകനെയും, മൃഗമായി ഈനാമ്പേച്ചിയെയും പ്രഖ്യാപിച്ചു. 2 വർഷം മുൻപ് കാസർകോട് വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ജൈവവൈവിധ്യ പ്രഖ്യാപനം നടത്തിയിരുന്നുവെങ്കിലും ജനകീയ പഠനത്തിലൂടെ പ്രഖ്യാപനം നടത്തുന്നത് ഇതാദ്യമായാണ്. ശാസ്ത്രീയവും നിയമപരവുമായ പരിശോധനകൾ പൂർത്തിയാക്കി സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡാണ് അന്തിമ പട്ടിക തയ്യാറാക്കിയത്. മന്ത്രി AK ശശീന്ദ്രൻ പ്രഖ്യാപന ചടങ്ങ് ഓൺലൈനായി നിർവഹിച്ചു. ജൈവവൈവിധ്യവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ജൈവ പരിപാലന സമിതികളും കൂട്ടായ പ്രവർത്തനവും നല്ല നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മേയർ ബീന ഫിലിപ്പ്, സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ R കീർത്തി, സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ N അനിൽകുമാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. 24 കോഴിക്കോട്. തലാസീമിയ രോഗം നൽകിയ ശാരീരിക അവശതകളെ മനഃശക്തി കൊണ്ട് നേരിട്ട ഡോക്ടർമാരായ 2 പേരെ പരിചയപ്പെടാം. കോഴിക്കോട് കാരപ്പറമ്പ് സ്വദേശി നവ്യയും തിരുവനന്തപുരം സ്വദേശി ആകാശ് കുമാറും. തലാസീമിയ രോഗികൾക്കായി എന്തെങ്കിലും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുവരും ഡോക്ടേഴ്സായത്. ചെറിയ കുട്ടികളായിരുന്നപ്പോഴേ തലാസീമിയ രോഗം സ്ഥിരീകരിച്ചതാണ് നവ്യയ്ക്കും ആകാശ് കുമാറിനും. രക്തം കുറഞ്ഞു പോകുന്ന രോഗം. 2 ആഴ്ച കൂടുമ്പോൾ രക്തം ആവശ്യമാണ്. കൃത്യസമയത്ത് രക്തവും മരുന്നും ലഭ്യമായിട്ടില്ലെങ്കിൽ ക്ഷീണം ശരീരത്തെ ബാധിക്കും. ഇത്തരം പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്താണ് ഇവർ 2 പേരും ഡോക്ടർമാരായത്. നവ്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുകയാണ്. ഫിസിക്കലി ക്ഷീണിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലായാലും ആ ഒരു കാഷ്വാലിറ്റി മുതൽ വാർഡ് വരെ നടക്കണമെങ്കിൽ പോലും ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ വരാറുണ്ട്. പക്ഷെ അപ്പോൾ വിചാരിക്കും സാരമില്ല, കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് സ്വയം പുഷ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. പാലക്കാട് മെഡിക്കൽ കോളേജിലായിരുന്നു ആകാശ് കുമാറിന്റെ MBBS. പഠനത്തിനിടെ പലതവണ രോഗം പ്രതിസന്ധി സൃഷ്ടിച്ചു. ഡ്യൂട്ടി ടൈമിംഗ് ഒക്കെ നമുക്ക് രാത്രി പകലൊക്കെ മാറി മാറി നമുക്ക് 24 മണിക്കൂർ 36 മണിക്കൂർ അങ്ങനെ 12 അടുപ്പിച്ച് നമ്മൾ ഡ്യൂട്ടി എടുക്കേണ്ടി വരും. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്നും സമയം കിട്ടാറുണ്ടാറില്ല. പിന്നെ എല്ലാ മാസവും കറക്റ്റ് സമയത്ത് നമുക്ക് ബ്ലഡ് അടയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമുക്ക് ലീവ് എടുക്കാൻ പറ്റാത്ത ചില പോസ്റ്റിങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ബ്ലഡ് അടയ്ക്കുന്നത് തീയതി ഒന്ന് കുറച്ച് ദിവസത്തേക്ക് നീട്ടി വെക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ പലതവണയും ശസ്ത്രക്രിയയായിട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കുഴഞ്ഞ് വീണിട്ടുണ്ട്. തലാസീമിയ ദിനത്തിൽ ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൗൺസിൽ കേരള കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ചാണ് ഇവർ തമ്മിൽ കാണുന്നത്. തലാസീമിയ രോഗികൾക്കിടയിലെ ആദ്യ ഡോക്ടർമാരായതിനാൽ ഇവരെ ആദരിക്കുകയും ചെയ്തു. തലാസീമിയ രോഗികൾക്കായി എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഇരുവരുടെയും ആഗ്രഹം. അതുകൊണ്ടുതന്നെ രോഗം നൽകുന്ന പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ടു പോകാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് 2 പേരും. ഷിജു ചവറയ്ക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.
12 കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന സംസ്ഥാന സർക്കാർ വിഷു ബമ്പർ നറുക്കെടുപ്പ് ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. തിങ്കളാഴ്ച വരെയുള്ള കണക്ക് പ്രകാരം വിൽപ്പനയ്ക്കായി വിപണിയിലെത്തിച്ച 45 ലക്ഷം ടിക്കറ്റുകളിൽ 42 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്. 300 രൂപ വിലയുള്ള വിഷു ബമ്പർ ടിക്കറ്റുകൾ മൊത്തം 6 സീരീസുകളിലാണ് വിപണിയിലെത്തിയത്. ടിക്കറ്റ് വിൽപ്പനയിൽ ഇത്തവണയും പാലക്കാട് ജില്ല തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സമ്മാനമായി 6 സീരീസിലും ഓരോ കോടി രൂപ വീതമാണ് നൽകുക. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായുടെ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച സുപ്രീംകോടതി അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ SIT രൂപീകരിക്കാനാണ് സുപ്രീംകോടതി മധ്യപ്രദേശ് DGPയോട് നിർദ്ദേശിച്ചത്. വിജയ് ഷായുടെ അറസ്റ്റ് സുപ്രീംകോടതി താൽക്കാലികമായി തടയുകയും ചെയ്തു. മന്ത്രി വിജയ് ഷായുടെ ക്ഷമാപണം അനന്തരഫലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള തന്ത്രമെന്നായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് വിമർശിച്ചു. സോഷ്യലിസ്റ്റ് നേതാവ് MP വീരേന്ദ്രകുമാറിന്റെ 5ാം ചരമവാർഷികാചരണം ഇന്ന് നടക്കും. RJDയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ മേഖലാ അടിസ്ഥാനത്തിലാണ് പരിപാടി. കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ അധ്യക്ഷനാകും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവർ പങ്കെടുക്കും. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കൊച്ചി തീരത്ത് MSC എൽസാത്രി കപ്പൽ മുങ്ങിയത് വിശദീകരിക്കാൻ ഷിപ്പിംഗ് മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗും കേന്ദ്ര സംഘവും ഇന്ന് മാധ്യമങ്ങളെ കണ്ട് തുടർ നടപടികൾ വിശദീകരിക്കും. കപ്പലിൽ നിന്ന് ചോർന്ന എണ്ണ പടരുന്നത് തടയാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. 3 വെസലുകളാണ് നിരീക്ഷണത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അമൽ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്ന് എപ്പോഴായിരിക്കും വാർത്താ സമ്മേളനം നടത്തുക? ഒപ്പം തന്നെ ഈ എണ്ണ പടരാതിരിക്കാനുള്ള നടപടി എങ്ങനെ പുരോഗമിക്കുന്നു ഇത്? പ്രജിത, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്ന് 1 മണിയോട് കൂടിയാണ് വില്ലിംഗ്ടൺ ഐലൻഡിലെ നേവി ക്ലബിൽ വെച്ച് കേന്ദ്ര സംഘത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെയും പ്രതിനിധികൾ മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായി ഈ കപ്പൽ മറിഞ്ഞതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഇവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്നലെയൊക്കെയായിട്ട് കടലിൽ പടർന്നിരുന്ന ഓയിൽ നീക്കം ചെയ്യുവാനുള്ള ബൂമിങ്ങും ഡോണിയർ പ്ലെയിനുകൾ ഉപയോഗിച്ചും മറ്റ് 3 വെസലുകൾ ഉപയോഗിച്ചും ഒക്കെ കസ്റ്റംസ് നടത്തുന്നുണ്ടായിരുന്നു. കസ്റ്റംസും കോസ്റ്റ് ഗാർഡും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ ഈ ഒരു തീവ്രമായിട്ടുള്ള ശ്രമത്തിലൊക്കെയാണ് ഒരു പരിധിവരെ ഈ ഓയിലിനെ നിയന്ത്രിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്. പക്ഷേ അപ്പോഴും കടൽ പ്രക്ഷുബ്ധമായതും പ്രകൃതിയുടെ ചില ഒരു കാലാവസ്ഥാ മാറ്റങ്ങളുമെല്ലാം ഈ ഒരു ഉദ്യമത്തിന് കുറേ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ കപ്പൽ തകർന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള നിഗൂഢതകളും ആശങ്കകളും ഒക്കെ സമൂഹത്തിന് പല രീതിയിലും പ്രചരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണ യോഗം ഉണ്ടാകുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ ഒരു വാർത്താ കുറിപ്പ് എന്ന് പറയുന്നത് അത് കസ്റ്റംസിൻ്റെതാണ്. ആ കുറിപ്പിലാണ് നമ്മൾ വ്യക്തമായ ആധികാരികമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത്. കുറെ കൂടി ഈ ഒരു വിഷയത്തിൽ വ്യക്തത വരും ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടു കൂടി. ഏതായാലും ഈ കപ്പലിലുണ്ടായ ഏതെങ്കിലും തകർച്ചയാണോ അല്ലെങ്കിൽ കപ്പലിൻ്റെ ഡോക്കിന് കീഴെ ഉണ്ടായിരുന്ന ബലാക്കിലുണ്ടായിരുന്ന ചില തകർച്ചകൾ വല്ലതുമാണോ ഈ ഒരു കപ്പൽ മറിയുന്നതിനുള്ള സാധ്യത ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അതിനൊരു കാരണമായത് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചും കുറെ കൂടി വിശദീകരണങ്ങൾ ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ എണ്ണ പടരുന്നത് തടയാനുള്ള നടപടികൾ നടക്കുന്നുണ്ട് അവിടെ. അതോടൊപ്പം അത് തീരത്തേക്ക് വന്നിട്ടില്ല എന്നൊക്കെയുള്ള ചില സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നിരുന്നു. അത് സംബന്ധിച്ച് നേവിയോ കോസ്റ്റ് ഗാർഡോ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? എണ്ണ പടരുന്നത് തടയാനുള്ള നടപടികളാണ് കഴിഞ്ഞ ദിവസം തൊട്ട് കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 3 വെസലുകളായിട്ട് ഈ എണ്ണ പടരുന്നത് തടയുവാനായിട്ടുള്ള ബൂമിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ബൂമിംഗ് ഒട്ടും അങ്ങനെ അത്രമേൽ ഫലപ്രദമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെയൊക്കെ ശക്തമായ മഴയും ഉണ്ടായിരുന്നു, കടൽ പ്രക്ഷുബ്ധമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഈ എണ്ണ പടരുന്നത് പൂർണ്ണമായും തടയാൻ കോസ്റ്റ് ഗാർഡിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ കേരള തീരത്തേക്ക് ഈ ഓയിൽ പടർന്നെത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ഇത്തരത്തിൽ എണ്ണ കടലിൽ പടരുന്നതിനെ സംബന്ധിച്ച് മത്സ്യബന്ധന തൊഴിലാളികൾ അടക്കം നിരവധി പേരാണ് ആശങ്ക ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇതുവരെയും എണ്ണ കടലിൽ നിന്ന് അല്ലെങ്കിൽ ഈ കപ്പൽ മറിഞ്ഞ സ്ഥലത്ത് നിന്ന് അധികം മാറി തീരത്തേക്ക് ഈ ഓയിൽ പടർന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിന് പുറമെ ഡോണിയർ പ്ലെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ എണ്ണ നീക്കം ചെയ്യുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പ്രജിത്ത്, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവം അഗളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. മർദ്ദനമേറ്റ സിജുവിന്റെയും ദൃക്സാക്ഷികളുടെയും മൊഴിയും വീണ്ടും രേഖപ്പെടുത്തും.
ശ്രീകുമാറിനാണ് പാലക്കാട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. ശ്രീത്ത്, ഈ സംഭവം എന്തായാലും ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ളയാൾ അന്വേഷിക്കുന്നു. അതിൽ എന്താണ് ഇനിയിപ്പോൾ അന്വേഷണ സംഘം പ്രത്യേകമായി ഉണ്ടോ? കൂടുതൽ ആൾക്കാർ ഈ അന്വേഷണ സംഘത്തിലുണ്ടോ? ഈ പ്രതികൾ അത് പിടിയിലാകും പെട്ടെന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സൂചനകൾ പോലീസ് വൃത്തങ്ങൾ നൽകുന്നുണ്ടോ? പ്രജിൻ, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത്. വൈകിട്ടോടുകൂടി അതൊരു വാർത്തയായി വരുന്നു. എന്തായാലും ഈ സിജു എന്ന യുവാവിനെ കെട്ടിയിട്ട് തന്നെയാണ് മർദ്ദിച്ചിരിക്കുന്നത്. അത് മദ്യപിച്ച വാഹനത്തിന് മുൻപിലേക്ക് വീണുവെന്ന് ആരോപിച്ച് ആദ്യഘട്ടത്തിൽ ഒരു തർക്കം നടക്കുന്നു, പിന്നീട് മർദ്ദനം നടക്കുന്നു. അതിനുശേഷം കല്ലെടുത്ത് എറിഞ്ഞു എന്ന് ആരോപിച്ച് വാഹനത്തിന്റെ ഗ്ലാസ് പൊട്ടിയെന്ന് ആരോപിച്ചാണ് പിന്നീട് കെട്ടിയിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിവസ്ത്രനാക്കി അടിവസ്ത്രം മാത്രം ഇടിയിച്ച് കെട്ടിയിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടുപേർ അവർ ഷോളയൂർ സ്വദേശികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലപ്പുറത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ആ ദൃശ്യങ്ങൾ എടുത്ത് അത് പ്രചരിപ്പിക്കുക കൂടി ഇവർ ചെയ്തിട്ടുണ്ട്. അതും കുറ്റകരമായ ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ വിവസ്ത്രനായ ഒരാളെ മർദ്ദിക്കുന്നത്, ആ ക്രൂരമായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിനകം തന്നെ അത് ഡിവൈഎസ്പി അന്വേഷിക്കാൻ ഒരു തീരുമാനമായിട്ടുണ്ട്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ടീമിനെ കുറിച്ചുള്ള ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഡിവൈഎസ്പിക്ക് ഇപ്പോൾ തന്നെ അഗളി ഡിവൈഎസ്പി അശോക് കുമാറിന് ഒരു സ്പെഷ്യൽ ടീം നിലവിലുണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിക്കാൻ. അവർ തന്നെയായിരിക്കും ഈ ഒരു അന്വേഷണം നടത്തുക. ദൃക്സാക്ഷികളായ ആളുകളുണ്ട്, അതുവഴി പോയ ആളുകളുണ്ട്. ആ സമയം അതുവഴി പോയ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. ഇതുകൂടാതെ സിജുവിന്റെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിയതിനു ശേഷം കൂടുതൽ വകുപ്പുകൾ ഇതിലേക്ക് ചേർക്കണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് അഗളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു ടീം അറിയിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ അന്വേഷണ സംഘം ഈ പ്രതികളെ പിടികൂടാനുള്ള നീക്കമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. അവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകാൻ ഹൈക്കോടതിയിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് തടയാനായി പെട്ടെന്ന് തന്നെ അറസ്റ്റ് എന്ന തരത്തിലേക്ക് ഈ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എഫ്ഐആറിൽ തിരിച്ചറിയുന്ന ആൾ എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിലും ആ പ്രതികളുടെ മുഖങ്ങളൊക്കെ പതിഞ്ഞിട്ടുണ്ട്. എന്തായാലും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന സൂചനയാണ് അഗളി പോലീസും അഗളി ഡിവൈഎസ്പിയുടെ ടീമും ഇപ്പോൾ നമുക്ക് നൽകുന്നത്. ശ്രീജിത്ത്, ഇതിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം മർദ്ദിച്ചവർ തന്നെയാണ് ഈ ചിത്രം പകർത്തിയത് എന്നുള്ളതാണ്. അവർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. എന്നിട്ടും ഈ പ്രതികളെ പിടികൂടാൻ വൈകുന്നത് എന്തുകൊണ്ടാണ്? പോലീസ് കേസെടുക്കാൻ വൈകി എന്നുള്ള ആരോപണമൊക്കെ ഒരു ഭാഗത്തുണ്ടല്ലോ. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് കേസെടുക്കാൻ വൈകിയെന്ന ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഈ ആശുപത്രിയിലേക്കടക്കം ഈ യുവാവിനെ കൊണ്ടുപോകുന്നത് നാട്ടുകാരാണ്. ശേഷം മറ്റ് എതിർ വിഭാഗം, ഈ ആക്രമിച്ച സംഘം, രണ്ടംഗ സംഘം, അവർ പരാതി നൽകുന്നു. ആ പരാതിയിൽ അന്വേഷണം മാത്രമാണ് ഇവർ നടത്തിയത്. ആദ്യഘട്ടത്തിലായിക്കോട്ടെ ഈ സിജു ആശുപത്രിയിലേക്ക് പോയി അവിടെ വെച്ച് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ചിലപ്പോൾ ായിരിക്കാം അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. പക്ഷെ കഴിഞ്ഞ ദിവസം വീണ്ടും കലശലായ വേദന, ശരീരത്തിൽ ആകമാനം അടികൊണ്ട പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ കലശലായ ഒരു വേദന അനുഭവപ്പെട്ടു. അങ്ങനെയാണ് വീണ്ടും കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതും പോലീസിന് മൊഴി നൽകുന്നതും. എന്തായാലും ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ആക്രമണം നടന്നു അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളൊന്നും പോലീസിന്റെ മുൻപാകെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസും ഒരു മെല്ലെപ്പോക്ക് സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ദൃശ്യങ്ങൾ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ അതെടുത്ത് ഇവർ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊരു കിരാതമായ ഒരു നടപടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടുകൂടി ഇതിന്റെ ഒരു രൂക്ഷത എന്താണ് എന്നത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പോലീസ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഈ ഒരു ഇത്തരം ഒരു ആക്രമണം. നിലവിൽ പ്രതികൾക്കെതിരെ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? പ്രതികൾക്കെതിരെ സംഘം ചേർന്ന് മർദ്ദിക്കൽ, അതുകൂടാതെ SC/ST അട്രോസിറ്റി നിയമം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ, ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ അടക്കം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പ്രതികൾ ഒരുപക്ഷെ ഹൈക്കോടതിയിലേക്കോ അല്ലെങ്കിൽ കീഴ്ക്കോടതിയിലേക്കോ മുൻകൂർ ജാമ്യവുമായി ചെല്ലാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തടയാൻ ഇന്ന് തന്നെ അറസ്റ്റ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് അഗളി പോലീസ് നടത്തുന്നത്. പ്രവിധ. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. നിർഭാഗ്യകരമായ സംഭവമാണ് അഗളിയിൽ നടന്നത്. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിലാണ് അഗളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങുക. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. രാജ്യത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ ഇന്ന് ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ സെക്രട്ടറിമാർ പങ്കെടുക്കുന്നുണ്ട്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? കോവിഡ് കേസുകൾ എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് നിലവിൽ പുറത്തുവരുന്നത്. ഒപ്പം യോഗത്തിന്റെ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് പ്രവിധ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ എങ്കിൽ പോലും
മുൻകരുതലുകളും ഒപ്പം തന്നെ ജാഗ്രതയും പാലിക്കേണ്ട ഒരു പശ്ചാത്തലം തന്നെയാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടി യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ വകഭേദം, ഇത് പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, ഒപ്പം തന്നെ രാജ്യത്തൊട്ടാകെയുള്ള നമ്മുടെ ആശുപത്രികളുടെ നിലവിലെ സംവിധാനങ്ങൾ എങ്ങനെയാണ്, ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ, ഇതെങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് ചേർന്ന യോഗം ചർച്ച ചെയ്യുക. ഇതിനോടകം തന്നെ 1000-ലധികം കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് കേരളത്തിലാണ്. തൊട്ടു പിന്നാലെ ഡൽഹിയിലും നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. ഈ ഘട്ടത്തിൽ ആളുകൾ ജാഗ്രത പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുമുള്ളത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ കോവിഡ് കേസുകളിലൊക്കെ നമ്മൾ സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ തന്നെ കണ്ടതാണ്. അത്തരത്തിലേക്കുള്ള ഒരു കടുത്ത നിയന്ത്രണത്തിലേക്ക് പോകില്ല എങ്കിൽ പോലും നിലവിലെ സാഹചര്യം നമുക്ക് എങ്ങനെ തരണം ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും മേഖലകളിലേക്കുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചേർന്ന യോഗം ചർച്ച ചെയ്യും. ഈ കോവിഡ് കേസുകൾ ഇങ്ങനെ കൂടുതലായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് കേന്ദ്ര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ സെക്രട്ടറിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കും. അതത് സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ, കോവിഡ് കേസുകളുടെ എണ്ണം, ഒപ്പം തന്നെ ആശുപത്രികളുടെ നിലവിലെ സാഹചര്യം, അത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. നേരത്തെ തന്നെ ഡൽഹിയിലെ ആശുപത്രികൾക്കൊക്കെ തന്നെ ആരോഗ്യ മന്ത്രാലയം, ഡൽഹി സംസ്ഥാന ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. എല്ലാ ആശുപത്രികളിലും ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉറപ്പാക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പല സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള മുൻകരുതലുകളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തും. പ്രവിധ വിനീത, അതോടൊപ്പം തന്നെ ഈ പുതിയ രീതിയിലുള്ള ഈ കോവിഡ് സാഹചര്യം, അതിൽ ഈ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമുണ്ടോ എന്നൊക്കെയുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിൽ എന്തെങ്കിലും തീരുമാനം കേന്ദ്രം കൈക്കൊണ്ടിട്ടുണ്ടോ? പ്രജിൻ, അക്കാര്യവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പുതിയ വകഭേദം അത് എങ്ങനെയാണ്, അതിനെ നമുക്ക് ഏത് തരത്തിൽ നമുക്കത് നിയന്ത്രിക്കാൻ കഴിയും, അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രജിൻ, ശരി. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട് എന്നുള്ള വിവരമാണ് വിനീത വിജി പങ്കുവച്ചത്. മോർണിംഗ് ന്യൂസ് പൂർത്തിയാവുകയാണ്.